ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധയും ആദരവും നേടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ US പര്യടനം. അദ്ദേഹത്തിന്റെ US പറയുന്ന ഓരോ വാക്കുകളും അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും അവരുടെ നെഞ്ചിലേറ്റുകയും വാർത്തകൾ കൊടുക്കുകയും അതിനെക്കുറിച്ച് തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെ ഉണ്ടാകുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ US സന്ദർശനം വൻ വിജയമാണ് എന്ന് തന്നെ പറയാം. അതിന്റെ ന്യൂസ് വാല്യൂ കൊണ്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമസ്കാരം. ശ്രീ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി അമേരിക്കയിൽ എത്തിയത് ലോക മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിച്ചു. ഇന്ത്യൻ മാധ്യമങ്ങൾ മാത്രമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ രാഹുൽ ഗാന്ധി എന്താണ് പറയുന്നത് എന്ന് കാതോർത്തു. അദ്ദേഹം പറഞ്ഞത് ഒരു മലയാളി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഹാപ്പി ഓണം പറയുകയുണ്ടായി, വിനായക ചതുർത്ഥി പറയുകയുണ്ടായി. Ladies and gentlemen, I'd like to welcome all of you here and wish you happy Onam and happy Ganesh Chaturthi. അതോടൊപ്പം നരേന്ദ്രമോദിയോട് യോജിപ്പും വിയോജിപ്പും പറഞ്ഞു. ഇതാണ് നന്മയുള്ള പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്. നരേന്ദ്രമോദിയുടെ US പോളിസി അത് കോൺഗ്രസും BJPയും ഒക്കെ തുടരുന്ന ഒരു USAയുടെ പോളിസിയാണ്. അതിനെ താൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഒരു മെച്യൂർ പൊളിറ്റീഷ്യനെയാണ് നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ രാഷ്ട്ര നേതാവിനെയാണ് കാണുന്നത്. അതോടൊപ്പം രാഹുൽ ഗാന്ധി തനിക്ക് നരേന്ദ്രമോദിയോട് വെറുപ്പില്ല, വിയോജിപ്പാണ് എന്ന വലിയ ജനാധിപത്യ തത്വം പറയുകയുണ്ടായി. ഇതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. വിയോജിക്കാം, വെറുക്കേണ്ട. എഗ്രി ടു ഡിസഗ്രി, അല്ലെങ്കിൽ ഡിസഗ്രി വിത്തൗട്ട് ഡിസ്റെസ്പെക്ട്. ഇതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകൾ. ഡിസഗ്രി വിത്തൗട്ട് ഡിസ്റെസ്പെക്ട്, വിയോജിക്കുക ബഹുമാനക്കുറവില്ലാതെ, അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനത്തോടെ പരസ്പരം വിയോജിക്കുക. ഇതാണ് ജനാധിപത്യം. തനിക്ക് മോദിയോട് വിരോധമില്ലെന്നും തനിക്ക് മോദിയോട് ആശയപരമായ എതിർപ്പ് മാത്രമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതോടൊപ്പം ഇന്ത്യയിലെ 90% വരുന്ന ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു കേസ് അദ്ദേഹം ശക്തിയായി വാദിച്ചു. ഇന്ത്യയിലെ ആദിവാസികൾ, ദളിതർ, OBCകൾ, ഇന്ത്യയുടെ സമ്പന്നരുടെ സ്ട്രക്ചേഴ്സ് എല്ലാം എടുത്തു നോക്കിയാൽ അവര് നമ്മുടെ പിന്നോക്കക്കാർ, ദളിതർ, ആദിവാസികൾ ഇല്ല എന്ന സത്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതുകൊണ്ട് എങ്ങനെ ഈ OBCയിൽ ഒരു സമ്പന്നൻ മാത്രമാണ് ഈ ടോപ്പ് ലിസ്റ്റിലുള്ളതെന്നും ഒക്കെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അപ്പൊ ഈ രീതിയിൽ വളരെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സന്ദർശനമായിരുന്നു. അതോടൊപ്പം ധാരാളം വിവാദങ്ങളും ഉണ്ടായി. സിഖ് വംശജർ ഒരുപാട് കാലമായി അവരുടേതായ പല ഗ്രീവിയൻസസും പറയുന്നുണ്ട്. നമ്മുടെ കർഷക ബില്ലടക്കം സിഖ് പ്രക്ഷോഭങ്ങളെ തുടർന്നും കർഷകരുടെ പ്രക്ഷോഭങ്ങളെ തുടർന്നും രണ്ടുമുണ്ട്. സിഖുകാരായ കർഷകരും പൊതു കർഷകരും ചേർന്നാണ് നരേന്ദ്രമോദിജിയുടെ ആ നീക്കത്തെ തോൽപ്പിച്ചത്. അപ്പോൾ സിഖുകാർക്ക് വേണ്ട രീതിയിലുള്ള സ്വാതന്ത്ര്യമില്ല, അരക്ഷിത ബോധമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. അതിശക്തമായി തന്നെ രാഹുൽ ഗാന്ധി പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദം ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇന്ത്യയിൽ സമാധാനം ഉണ്ടാവില്ല. കാശ്മീർ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പം വെൽ ബാലൻസ്ഡ് ആയി, സെൻട്രിസ്റ്റ് ആയി, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, അതായത് ഇന്ത്യയിലുള്ള ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ചേർത്ത് പിടിക്കുന്ന, ഒരു മധ്യപാത പിടിക്കുന്ന, ഒരു സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് പിടിക്കുന്ന രീതിയിലായി. അതോടൊപ്പം ഡൽഹിയുടെ സൈസുള്ള സ്ഥലമാണ് ചൈന ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കാലത്ത്. ഈ കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. 4000-ഓളം സ്ക്വയർ കിലോമീറ്റർ ചൈന കൊണ്ടുപോയി. അതിന് നരേന്ദ്രമോദി വേണ്ട രീതിയിൽ ശക്തമായി പ്രതികരിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഹൈലൈറ്റ് ചെയ്യുകയും അതിശക്തമായ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി തന്റെ നിലപാടുകൾ പറയുകയും അത് എല്ലാവരിലേക്ക് എത്തിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം സംശയഭേദമന്യേ വൻ വിജയമാണെന്ന് തന്നെ പറയാം. The politicians has arrived, the new leader of India has arrived എന്ന രീതിയിൽ വിദേശ മാധ്യമങ്ങളടക്കം രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തെ വലിയ പ്രാധാന്യത്തോടുകൂടി, അന്താരാഷ്ട്ര ഇമ്പോർട്ടൻസോടുകൂടി കൊടുക്കുകയുണ്ടായി. ഈ വ്യത്യസ്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും വരികയും രാഹുൽ ഗാന്ധിയുടെ പ്രാധാന്യം ഊന്നി പറയുകയും ഒക്കെ ചെയ്തത് വളരെ പ്രശംസാർഹമായ, രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിന് പുതിയ മാനങ്ങൾ കൈവരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഇന്ത്യക്കാർ വിദേശത്ത് പോയി ആദരവ് നേടുന്ന ഇന്ത്യൻ നേതാക്കൾക്ക് ഇന്ത്യയിൽ കൂടുതൽ ആദരം കൊടുക്കാറുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധി തിരിച്ചു വരുമ്പോൾ അമേരിക്കൻ പര്യടനത്തിന് ശേഷം കുറെ കൂടെ ശക്തനായ രീതിയിൽ തിരിച്ചു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.